അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. തദബ്ബുർ സീരീസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അബ്രഹാം പിതാവിന്റെ, അതായത് ഇബ്രാഹിം നബിയുടെ ഒരു അവിടെ അവിടെയുള്ള സമൂഹം പലപ്പോഴും വിഗ്രഹാരാധകരായിട്ടുള്ള, അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള സമൂഹത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു തോട്ട് എക്സ്പെരിമെന്റിലൂടെ അതെ. അവർക്ക് ദൈവത്തിന്റെ ഏകത്വം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അത് വളരെ സുന്ദരമായി ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. അതെ. പലതരം ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിൽ പ്രബോധനം നടത്തുമ്പോൾ യുക്തി ഉപയോഗിച്ചുകൊണ്ട് അവരെ ചിന്തിപ്പിച്ചുകൊണ്ട് ചിന്തകളെ തൊട്ടുണർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തുന്ന ഒരു പ്രബോധന മാതൃക നമുക്കതിൽ കാണാൻ കഴിയും. ഞാൻ ആ ആയത്തോടൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين. അപ്പോൾ ഇതിൽ പറയുന്നത് ഫലമ്മ ജന്ന അലൈഹിൽ ലൈലു, രാത്രി മൂടിയപ്പോൾ, റഅ കൗകബ, അദ്ദേഹം നക്ഷത്രത്തെ കണ്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നക്ഷത്രത്തെ കണ്ടു. ഖാല ഹാദാ റബ്ബി, അപ്പോൾ അദ്ദേഹം പറയാണ് ഹാദാ റബ്ബി, ഇതാണ് എൻ്റെ റബ്ബ്, ദൈവം. ഇതാണ് എൻ്റെ ദൈവം, രക്ഷിതാവ്. ഫലമ്മ അഫല, എന്നാൽ അത് മറഞ്ഞു പോയപ്പോൾ, ഖാല, അദ്ദേഹം പറഞ്ഞു ലാ ഉഹിബ്ബുൽ ആഫിലീൻ, മറഞ്ഞു പോകുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇവിടെ ശരിക്ക് എൻ്റെ റബ്ബാണെന്നുള്ള വിശ്വാസത്തോടു കൂടി പറയല്ല, നേരെ മറിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കണം, ഒരു യുക്തിപരമായൊരു ചിന്ത നൽകുകയാണ്. ഇതാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ, പക്ഷേ അത് മറഞ്ഞു പോയപ്പോൾ എനിക്ക് മറഞ്ഞു പോകുന്നൊന്നിനും ഇഷ്ടമല്ല എന്ന രൂപത്തിൽ ഇബ്രാഹിം നബി സ്വലാം മറുപടി പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കും, ഇങ്ങനെ മറഞ്ഞു പോകുന്നൊരു ദൈവമോ എന്നൊരു ചിന്ത അവർക്കുണ്ടാവും. പിന്നെ പറയുന്നത് فلما رأى القمر بازغا قال هذا ربي, അങ്ങനെ ഈ ഖമർ, ചന്ദ്രൻ ഉദിക്കുന്നത് കണ്ടപ്പോൾ, ഖാല ഹാദാ റബ്ബി, അദ്ദേഹം പറഞ്ഞു ഇതാണ് എൻ്റെ റബ്ബ്, കാരണം മറ്റേനെ ഒഴിവാക്കിയല്ലോ. ഫലമ്മ അഫല, എന്നാൽ അത് മറഞ്ഞു പോയപ്പോൾ, ചന്ദ്രൻ ഉദിച്ചു, ചന്ദ്രൻ മറഞ്ഞുപോയി. فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين. അങ്ങനെ ചന്ദ്രനും മറഞ്ഞുപോയ സന്ദർഭത്തിൽ ഖാല, അദ്ദേഹം പറഞ്ഞു ലഇൻ ലം യഹ്ദിനി റബ്ബി, എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ ദൈവം എന്നെ നേർവഴിയിലേക്ക് നടത്തിയില്ലായിരുന്നെങ്കിൽ, നേർമാർഗം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, ലഅകൂനന്ന മിനൽ ഖൗമി ളാലിൻ, ഞാൻ വഴിപിഴച്ചു പോയ ഒരു വിഭാഗത്തിൽപ്പെടുമായിരുന്നു. കാരണം ഇങ്ങനെ മറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആരാധിച്ചു പോകുമായിരുന്നു. പിന്നെയും തുടരുന്നു. فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون. فلما رأى الشمس, ചന്ദ്രൻ പോയപ്പോൾ പിന്നെ സൂര്യൻ ഉദിക്കുന്നത് കണ്ടു. ഖാല ഹാദാ റബ്ബി, അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഇതാണ് എൻ്റെ ദൈവം. ഹാദാ അക്ബർ, ഇതാണ് ഏറ്റവും വലുത്, ഈ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുത് അതാണ്. ഫലമ്മ അഫലത്ത്, അങ്ങനെ അതും മറഞ്ഞു പോയപ്പോൾ, ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, എൻ്റെ സമൂഹമേ, നിങ്ങൾ ആരാധിക്കുന്നതിനൊക്കെ ഞാൻ നിരപരാധിയാണ്, എനിക്ക് ഇതിന് വയ്യ എന്ന രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു. ശരിക്ക് നമ്മൾ പലപ്പോഴും ഈ ചരിത്രത്തെ വിശദീകരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഭൗതികവാദികളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ദൈവവിശ്വാസം ഉണ്ടായത് എന്നുള്ളത് അവർ പറയാറുണ്ട്. ഇങ്ങനെ ഓരോ പ്രാപഞ്ചിക പ്രതിഭാസത്തെ കണ്ടു, ആ പ്രതിഭാസം ഇപ്പം തീനെ കണ്ടു, തീനെ പേടിയായി, അപ്പം അതിനെ ആരാധിച്ചു. ചന്ദ്രനെ കണ്ടു, അതിൽ അത്ഭുതം തോന്നി, അതിനെ ആരാധിച്ചു. സൂര്യനെ കണ്ടു, അതിനെ ആരാധിച്ചു. അങ്ങനെയാണ് ഈ സൂര്യദേവന്മാർ, ചന്ദ്രദേവന്മാരൊക്കെ ഉണ്ടാവുന്നത് എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ബഹുദൈവ ആരാധനകളുടെ ഒരു വേരിനെ ചോദ്യം ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ യുക്തിപരമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ പലതും ഉണ്ടാവും. പലതും നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്നതായിരിക്കാം, പലതും നമുക്ക് ഉപകാരങ്ങൾ ഉള്ളതായിരിക്കാം, പലതും നമുക്ക് ഉപദ്രവങ്ങൾ ഉള്ളതായിരിക്കാം. അതൊന്നും അതിനെ ആരാധിക്കാനോ അത് ദൈവമാകാനോ കൊള്ളുന്ന ഒന്നല്ല. എല്ലാം നൈമിഷികമായിട്ടുള്ള പ്രതിഭാസങ്ങളായിട്ട് വന്നും പോവും കിടക്കും. പക്ഷേ അതിന്റെ എല്ലാം സട്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ അതിനുശേഷമുള്ള പ്രഖ്യാപനത്തിൽ ശരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തുന്നതാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് നമ്മിൽ നിന്നും മറഞ്ഞു പോകുന്നതിനൊന്നും ആരാധിക്കാൻ ഒരു അർഹതയില്ല. കാരണം നമ്മൾ ആരാധിക്കുമ്പോൾ അത് കേൾക്കാൻ ഇടവരുന്ന ഒരു ദൈവമാകണം, അതിന് ഉത്തരം നൽകാൻ കഴിവുള്ള ഒരു ദൈവമാകണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേക്കും മറഞ്ഞു പോകുന്ന ഒരു ദൈവമാണെങ്കിൽ പിന്നെന്താണ്, അതുകൊണ്ടുള്ള ഒരു കാര്യം എന്നുള്ളൊരു ചിന്ത കൂടി അവർക്ക് കൊടുക്കാം. ശരിക്ക് ഇപ്പം ഇസ്ലാമിനെതിരെയൊക്കെ
ചില മിഷണറിമാരൊക്കെ പറയുന്നത് ചന്ദ്രദൈവത്തെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഖുർആൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇതിന് മാത്രമല്ല ഒരുപാട് ആയത്തുകളിൽ പറയുന്നുണ്ട്. പിന്നെ സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ആയത്തുകളാണ്. സൂര്യനെയോ ചന്ദ്രനെയോ അല്ല നിങ്ങൾ പ്രണമിക്കേണ്ടത്, അതെ. സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച സട്ടാവിനെ നിങ്ങൾ പ്രണമിക്കുക. ഇത് തന്നെയാണ് അബ്രഹാം പിതാവ്, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും അവിടെയുള്ള സമൂഹത്തോട് പറഞ്ഞത്. ഈ നക്ഷത്രങ്ങളെ കണ്ടാൽ അതിനെ ദൈവമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കാം, പക്ഷെ അത് ആരാധിക്കപ്പെടാൻ അർഹമല്ല. ചന്ദ്രനാകട്ടെ സൂര്യനാകട്ടെ അതൊക്കെ വലുതും അതുപോലെ തന്നെ ഭംഗിയുള്ളതൊക്കെ ആയിരിക്കാം, പക്ഷെ അതൊന്നും ആരാധിക്കപ്പെടാൻ അർഹരല്ല. ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത് ഈ ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും നമ്മളെയും നിങ്ങളെയും എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ഒരു സട്ടാവാണ്. ശരിക്കും അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തുന്ന ഒരു പ്രഖ്യാപനവും ഇന്നി വജ്ജഹത്തു വജിഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർദ് ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അപ്പൊ ഇതിനെല്ലാം സൃഷ്ടിച്ച ആ ഏകനായ സട്ടാവിന് ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ശരിക്കൊരു അവിടെയുള്ള സമൂഹത്തിന്റെ ചിന്തകളെ തൊട്ടുണർത്തിക്കൊണ്ട് അവരാരാധിച്ചു കൊണ്ടിരിക്കുന്നത് എത്രത്തോളം പിന്നെ വിഫലമാണ്, അല്ലെങ്കിൽ അതിനെക്കൊണ്ട് എത്രത്തോളം നിരർത്ഥകമാണ് ആ ആരാധനകൾ എന്ന് ബോധ്യപ്പെടുത്താണ്. അപ്പോൾ അതേപോലെ തന്നെ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇതേപോലെ സമൂഹത്തിന്റെ ചിന്തയെ തൊട്ടുണർത്തി നമുക്ക് കാണാൻ സാധിക്കും. വിഗ്രഹങ്ങൾക്ക് നിങ്ങളെ കാണാനോ പിന്നെ കേൾക്കാനോ സാധിക്കാത്ത, നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഇതിനെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ അവന്റെ പിന്നെ മൃദുല വികാരങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ ഒരു ജീവിച്ചു പോകുമ്പോൾ അവർക്ക് തോന്നുന്ന പല കാര്യങ്ങൾ കൊണ്ട് പലതിനെയും ആരാധിച്ചേക്കാം. പലതിലും ഒരു അഭൗതികമായ കഴിവുകൾ അവൻ വിചാരിച്ചേക്കാം. അങ്ങനെ അവർ സഹായിക്കുന്ന ഉപദ്രവിക്കുന്ന വിശ്വസിച്ചേക്കാം. പക്ഷെ അതൊന്നുമില്ല, ഇതൊക്കെ വെറും പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങൾ മാത്രമാണ്. ഇതിനെയൊക്കെ സൃഷ്ടിച്ച ഏകനായ സട്ടാവിനെ ആരാധിക്കുക, അവന് സമർപ്പിക്കുക, അവനിൽ മറ്റൊന്നിനെയും ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയോ ആൾദൈവങ്ങളെയോ മഹാന്മാരെയോ ഒന്നും പങ്കു ചേർക്കാതിരിക്കുക, ഏകനായ സട്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ അബ്രഹാം പിതാവ്, അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനങ്ങളോട് വളരെ തോട്ട്ഫുള്ളായി പിന്നെ അവരുടെ ചിന്തയെ തൊട്ടുണർത്തിക്കൊണ്ട് പറഞ്ഞത് എന്നുള്ളതാണ് ഈ ഒരു ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായ തൗഹീദ്, അതായത് ഏകദൈവ ആരാധനയുടെ ഒരു യുക്തിപരമായ ഒരു അവതരണം കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തുന്നത്. ഇങ്ങനെ യുക്തി ഉപയോഗിച്ച് നമുക്ക് അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന രൂപത്തിൽ വളരെ മിനിമം യുക്തി ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കാവുന്ന വളരെ സിമ്പിളായ ഒരു കൺസെപ്റ്റാണ് ഇസ്ലാമിലെ ഏകദൈവ ആരാധന എന്നൊരു സൂചന കൂടി ആയത്തുകൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് കേൾക്കുന്നവർ പലതരത്തിലുള്ള വിശ്വാസങ്ങളിലുള്ളവരുണ്ടാവും. പക്ഷെ നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു കുലദൈവത്തിലേക്കോ ഏതെങ്കിലും വ്യക്തികളിലേക്കോ അല്ല നമ്മൾ ക്ഷണിക്കുന്നത്. എല്ലാവരെയും സൃഷ്ടിച്ച എല്ലാ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും സംവിധാനിച്ചിട്ടുള്ള ഏകനായ സട്ടാവിലേക്കാണ് ഖുർആൻ, ഇസ്ലാം, അതുപോലെ തന്നെ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും ക്ഷണിച്ചിട്ടുള്ളത്. ആ ഏകത്വത്തെക്കുറിച്ച്, ആ തൗഹീദിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റ് ആയത്തുകൾ, ഖുർആനിലുള്ള മറ്റ് വചനങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.